ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിഭൂതി തിരുനാളിൻ്റെ ഈ ദിവസം നമ്മുടെ നെറ്റിയിൽ വരയ്ക്കുന്ന കുരിശ് ഹൃദയത്തിലും ആത്മാവിലും പതിയാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ ദിവസം ആരംഭിക്കാം. ഒരുമിച്ച് കുരിശ് വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ പ്രിയനേ യേശുവേ രക്ഷകാ, എൻ പ്രിയനേ യേശുവേ രക്ഷകാ, ശുദ്ധി ചെയ്കെന്നേ, നിൻ കരമെന്മേൽ വയ്ക്കാം. ശുദ്ധി ചെയ്കെന്നേ. ഓ കർത്താവേ, നിൻ അഗ്നി കത്തട്ടെ. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 16-17 വാക്യങ്ങൾ. നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കുവിൻ, നിങ്ങളുടെ ദുഷ്കർമ്മങ്ങൾ എൻ്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളയുവിൻ, നിങ്ങളുടെ അകൃത്യങ്ങൾ അവസാനിപ്പിക്കുവിൻ, നന്മ പ്രവർത്തിക്കാൻ ശീലിക്കുവിൻ, നീതി അന്വേഷിക്കുവിൻ, മർദ്ദനം അവസാനിപ്പിക്കുവിൻ, അനാഥരോട് നീതി ചെയ്യുവിൻ, വിധവകൾക്ക് വേണ്ടി വാദിക്കുവിൻ. തിന്മ അവസാനിപ്പിച്ച് അശുദ്ധിയെ വെടിഞ്ഞ് വിശുദ്ധിയെ പ്രാപിക്കാൻ ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നോമ്പാരംഭത്തിൻ്റെ ഈ ദിവസം, ഉപവാസത്തിൻ്റെ ഈ ദിവസം നമ്മൾ പാടി പ്രാർത്ഥിച്ചതുപോലെ, കർത്താവേ, നിൻ്റെ അഗ്നി എന്നിൽ കത്തട്ടെ, നിൻ്റെ അഗ്നി എന്നിൽ കത്തട്ടെ, അശുദ്ധിയെല്ലാം ചാമ്പലാകട്ടെ, ഞാൻ തിളങ്ങുന്ന മാണിക്യം പോലെ രൂപാന്തരപ്പെടട്ടെ. ചാരം നെറ്റിയിൽ പൂശി അനുതാപത്തിൻ്റെ ആഹ്വാനം മുഴങ്ങുന്ന ഈ ദിവസം യേശയ്യാ പ്രവാചകൻ ദൈവജനത്തെ ഓർമ്മിപ്പിക്കുന്നതും ഇത് തന്നെയാണ്. എംപ്റ്റി വർഷിപ്സിൻ്റെ കാലം കഴിഞ്ഞു. ശൂന്യമായ ആരാധനകൾ ആത്മാവിലും സത്യത്തിലും നടക്കണ്ടേ. മാനസാന്തരമില്ലാത്ത ബലിയർപ്പണങ്ങൾ അർത്ഥരഹിതമാകുന്നു. യഥാർത്ഥ ആരാധന ജീവിതത്തിലൂടെ നടക്കേണ്ടതാണ്. നമ്മുടെ നിലപാടിൽ, നമ്മുടെ മനോഭാവങ്ങളിൽ, നമ്മുടെ പ്രവൃത്തികളിൽ നമ്മുടെ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ നമുക്ക് കഴിയണം. കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത് എക്സ്ട്രാ ഓർഡിനറി പെനൻസസ് അല്ല. അസാധാരണമായ എന്തെങ്കിലുമൊക്കെ നീ ചെയ്യണം, ഏറെ ഭാരിച്ചത്, ഏറെ ക്ലേശകരമായത്, ഏറെ വേദന സഹിച്ച എന്തെങ്കിലും ചെയ്യണമെന്നല്ല, മറിച്ച് സത്യസന്ധമായ ഒരു മാറ്റമാണ് കർത്താവ് കാത്തിരിക്കുന്നത്. നമുക്ക് നമ്മെ തന്നെ വെടിപ്പാക്കാം. അശുദ്ധിയെല്ലാം ചാമ്പലാകട്ടെ. കർത്താവ് ആവശ്യപ്പെടുന്നതും അത് തന്നെയല്ലേ? നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കുവിൻ. ക്ലെൻസ് യുവർ സെൽഫ്. നമ്മുടെ ഹൃദയവിചാരങ്ങളെ, മനോഭാവങ്ങളെ, നിലപാടുകളെ ഒരു മാറ്റത്തിന് വിധേയമാക്കുന്ന കാലത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സെയിൻറ്റ് തെരേസ ഓഫ് ആവില, ആവിലായിലെ
അമ്മ ത്രേസ്യ പറയുന്നു, വാട്ട് ഗോഡ് വാണ്ട്സ് ഇസ് നോട്ട് യുവർ പെയിൻ ബട്ട് യുവർ ലവ്. കർത്താവിന് വേണ്ടത് നിങ്ങളുടെ വേദനകളല്ല. അതായത് നിങ്ങൾ വേദനിച്ച് എന്തെങ്കിലും ചെയ്തിട്ട് കർത്താവിനെ പ്രീതിപ്പെടുത്തുകയല്ല വേണ്ടത്. കർത്താവ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സ്നേഹമാണ് എന്ന്. നമുക്ക് കർത്താവിനെ സ്നേഹിക്കാം. പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളിലും ചുറ്റുപാടിലുമൊക്കെ ഒരു മാനസാന്തരം ആവശ്യമുള്ളവരെയൊക്കെ ഓർത്തു പ്രാർത്ഥിച്ച്, ജീവിത പങ്കാളി, നമ്മുടെ മക്കൾ, മാതാപിതാക്കളൊക്കെ ആ ഗണത്തിൽ ഉൾപ്പെടുന്നുണ്ടായിരിക്കും. അവരെയൊക്കെ കർത്താവിന് വിട്ടുകൊടുക്കാം. ഈ നോമ്പുകാലം അവർക്ക് ദൈവാനുഗ്രഹത്തിൻ്റെ തിരിച്ചുവരവിൻ്റെ കാലമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, നിൻ്റെ കാരുണ്യത്തെ ഞങ്ങൾ ഏറ്റുപറയുന്നു. കർത്താവേ, ഈ ഉപവാസ ദിവസം നിന്നോട് കുറെ കൂടെ ചേർന്നിരിക്കുക. നിൻ്റെ അഗ്നി, നിൻ്റെ റൂഹാദ കുദിശ ഞങ്ങളിൽ കത്തുന്ന അനുഭവമുണ്ടാകുക. ആ അഗ്നിയിൽ ഞങ്ങളുടെ അശുദ്ധി ചാമ്പലാകുന്ന അനുഭവമുണ്ടാകുക. നോമ്പിൻ്റെ പാതയിലേക്ക് ഒരുക്കത്തോടെ ഞങ്ങൾ നടന്നു കയറുവാൻ ഞങ്ങളെ നീ ഒരുക്കണമേ. ഞങ്ങളുടെ സങ്കടങ്ങളും ഞെരുക്കങ്ങളും നിൻ്റെ സ്ലീവായിൽ അർപ്പിച്ച് ഞങ്ങൾ ഈ ദിവസം ആരംഭിക്കട്ടെ. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.